ഇനി ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കാന, സ്വാറ, ബാത്ത, അസ്ബഹ, അളഹ. അംസ വൈകുന്നേരമാണ് എങ്കിൽ അംസ എന്ന് പറയും. ലല്ല ഉച്ചക്കാണെങ്കിൽ ലല്ല എന്ന് പറയും. ഇതാണ് ടൈമിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ രാവിലെ കുട്ടി ഉറങ്ങുകയായിരുന്നു, ഉച്ചക്ക് കുട്ടി കളിക്കുകയായിരുന്നു, വൈകുന്നേരം കുട്ടി പഠിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുക. ഇനി അങ്ങോട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസാണ്. അപ്പോൾ മാസാല, മാഫത്തി, ആ, മാബരിഹ, മംഫക്ക, ഇത് നാലും ഒരേ മീനിങ് ആണ്. അപ്പോൾ ആയിക്കൊണ്ടിരുന്നു എന്ന് പറയാൻ വേണ്ടി, അല്ല പഠിച്ചുകൊണ്ടിരുന്നു, കളിച്ചുകൊണ്ടിരുന്നു, തിന്നുകൊണ്ടിരുന്നു, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതാണ് ഈ മാസാലയും മാഫത്തിയും മാബരിഹയും മംഫക്കയും. പക്ഷേ ഇതിലേറ്റവും സാധാരണ യൂസ് ചെയ്യാറുള്ളത് മാസാലയാണ്. മാസാലയാണ് യൂസ് ചെയ്യുക. പക്ഷേ മാഫത്തി, ആ, മാബരിഹ, മംഫക്ക യൂസ് ചെയ്യാറ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് മാസാലൻ്റെ മീനിങ് ആണ്, സംഭവിച്ചു കൊണ്ടിരുന്നു എന്ന് പറയാൻ വേണ്ടി പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാനയുടെ ശേഷം വരുന്ന ഇസ്മ് അതൊരു ഫീമെയിൽ ആണെങ്കിൽ, ഒരു മുഅന്നത്താണെങ്കിൽ ആ കാനയുടെ കൂടെ താവാണ്. അപ്പോൾ കാനത്ത്. ഇനി കാന മുദാരിയായിട്ടാണ് വരുന്നതെങ്കിൽ കാന എന്നുള്ളത് യക്കൂനു എന്നാകും. അതുപോലെ സാറയും, സാറ എന്നുള്ളത് സാറത്ത് മുഅന്നത്താണ്, അതിൻ്റെ ശേഷം വരുന്ന ഇസ്മെങ്കിൽ സാറത്ത് എന്ന് പറയും. അത് മുദാരിയായിട്ടാണ് വരുന്നതെങ്കിൽ യസീറു എന്ന് പറയും. അതേപോലെ ബാത്ത, ബാത്തത്ത്, യബീത്തു, അസ്ബഹ, അസ്ബഹത്ത്, അപ്പോൾ യുസ്ബിഹു എന്ന് പറയും. അപ്പോൾ പ്രത്യേകമായിട്ടത് ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ നാലെണ്ണം ഞാൻ പറഞ്ഞു, മാസാല, മാഫത്തി, ആ, മാബരിഹ, മുംഫക്ക എന്നുള്ളത് ഒരേ മീനിങ് ആണ്. ഇനി മാദാമ എന്നതിൻ്റെ അർത്ഥം, ഈ സത്യത്തിൽ മാസാലൻ്റെ ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ടൈമിനെ ബേസ് ചെയ്തിട്ടാണത് പറയാം. അതൊരു ഷർത്ത് എന്ന് പറയും. ഇനി മാദാമ എന്ന് പറയുമ്പോൾ അത് ഒരു ടൈമിനെ ബേസ് ചെയ്ത് സംഭവിച്ചു കൊണ്ടിരുന്ന സമയം, പഠിച്ചു കൊണ്ടിരുന്ന സമയം, മഴ പെയ്തുകൊണ്ടിരുന്ന സമയം, ഓതിക്കൊണ്ടിരുന്ന സമയം, അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാദാമ ഉപയോഗിക്കുക. ലൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്നുള്ള അർത്ഥമാണ്, ഒരു നെഗറ്റീവ് മീനിങ് ആണ് ലൈസൊക്കെ ഉള്ളത്. അപ്പോൾ ലൈസ സാദിഖു, ലൈസ സാരിഖു സാദിഖൻ പാഠത്തിലുള്ളൊരു എക്സാമ്പിളാണ്. കള്ളൻ സത്യം പറയുന്നവൻ അല്ല. അപ്പോൾ ഈ ലൈസ എന്നുള്ളത് അല്ല എന്ന ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വമാ യതസറഫു മിൻഹുന്ന എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സർഫാകുന്നത്. ഇപ്പോൾ കാന, യക്കൂനു, അപ്പോൾ ഇങ്ങനെ മാലി, മുദാരി, അമ്ര ഇങ്ങനെ ആയിട്ട് സർഫാക്കിയിട്ട്, ഇപ്പോൾ സാറ, യസീറു, ബാത്ത്, ബീത്ത്, അങ്ങനെയൊക്കെ അതിൻ്റെ ശേഷമുള്ള 14 മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചിലതിനൊക്കെ ഉണ്ടാവും, ചിലതിനുണ്ടാവില്ല. അപ്പോൾ ഈ സർഫാകുന്നതൊക്കെയും ഈ പറഞ്ഞ ഈ ഒരു നിയമങ്ങൾ തന്നെയാണ്. ഞാൻ ബൈത്തൊന്ന് ശ്രദ്ധിക്കുക. ലീകാന, ബാത്ത, സാറ, അംസ, ലൈസ, വൽ, മാദാമ, അക്സു, മാലി, ഇന്ന, മിൻ, അമൽ, അസ്ബഹ, അളഹ, ബരി, حفك فتي زال بنحو نفي بالأربعة. ഈ ബെയ്ത്ത് കാണാതെ പഠിക്കുക. ഈ ട്യൂണിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബെയ്ത്തും നമുക്കത് കാണാതെ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ലിക്കാന, ബാത്ത, സാറ, അംസ, ലൈസ, ലല്ല, ഇതൊക്കെയും മാദാമ ഈ പറഞ്ഞതൊക്കെയും അക്സു മാലി ഇന്ന മിൻ അമൽ, ഇന്നയുടെ അമലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇന്ന നമുക്ക് പഠിക്കാനുണ്ട്, ഞാൻ ബേക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്നതുകൊണ്ടാണ്. ഇന്നയുടെ അമൽ എന്ന് പറഞ്ഞാൽ ഇസ്മിന് നെസ്ബ് ചെയ്യണം, ഖബറിന് റഫ് ചെയ്യണം, അതാണ് ഇന്നയുടെ അമൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്മിന് റഫ് ചെയ്യണം, ഖബറിന് നെസ്ബ് ചെയ്യണം, അതാണ് എപ്പോൾ പറഞ്ഞത്. അസ്ബഹ, അളഹ, ബരിഹം, ഫക്ക, ഫത്തി, സാല, ബിനഹവി, നഫീദിൽ അർബഅത്ത്. ഇവിടെ അസ്ബഹയും അളഹയും കഴിഞ്ഞതിൻ്റെ ശേഷം ഈ മാബരിഹൻ്റെ മാ കട്ട് ചെയ്തിട്ട് പദ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്താണ്. ഇംഫക്ക എന്നുള്ളത് മംഫക്കയാണ്, ഫത്തി എന്നുള്ളത് മാഫത്തയാണ്, സാല എന്നുള്ളത് മാസാലയാണ്. ഇത് ബിനഹവി നഫീദിൽ അർബഅത്ത്, ഈ നാലും അതൊക്കെ മാസാല, മാഫത്തി, ആ, മാബരിഹ, മംഫക്ക എന്നുള്ളത് നഫീനെ പോലെയാണ് അവിടെ വന്നത്. നഫീന് സാധാരണ നഫീനാണല്ലോ മാ എന്നുള്ള അക്ഷരം ഉണ്ടാവുക. അപ്പം നഫീൻ്റെ കോലത്തിലാണ് അവിടെ എന്ത് ചെയ്തത് വന്നത് എന്ന്. അപ്പം ബൈത്ത് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ
ബൈത്തിൻ്റെ മീനിങ് കാണാതെ പഠിക്കണം നിർബന്ധമില്ല, ബൈത്ത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് കുറച്ച് എക്സാമ്പിൾ പറയാം. നഖറഉ വനഫ്ഹമു അല്ലാഹു റഹീമുൻ, അല്ലാഹു കരുണ ചെയ്യുന്നവനാണ്. കാന അല്ലാഹു റഹീമൻ, അല്ലാഹു കരുണ ചെയ്യുന്നവനായിരുന്നു. അൽ വലതു ഖാരിഉൻ, കുട്ടി വായിക്കുന്നവനാണ്. അസ്ബഹൽ വലതു ഖാരിയൻ, കുട്ടി വായിക്കുന്നവനായി. രാവിലെ ബ്രാക്കറ്റിൽ കൊടുക്കാം കേട്ടോ. അസ്സഈമു വസീറുൻ, നേതാവ് മന്ത്രിയാണ്. സാറ സഈമു വസീറൻ, നേതാവ് മന്ത്രിയായി തീർന്നു. ബ്രാക്കറ്റിൽ കൊടുക്കണമെന്നില്ല, നേതാവ് മന്ത്രിയായി തീർന്നു. ടൈമിനെ ബേസ് ചെയ്യുന്നത് മാത്രം ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി കേട്ടോ. അത്താലിബു ദാരിസുൻ, വിദ്യാർത്ഥി പഠിക്കുന്നവനാണ്. അദ്ഹ താലിബു ദാരിസൻ, വിദ്യാർത്ഥി പഠിക്കുന്നവനായി. ബ്രാക്കറ്റിൽ ളുഹ സമയം. അൽ ആമിലു മുജിദ്ദുൻ, ജോലിക്കാരൻ പരിശ്രമിക്കുന്നവനാണ്. ലല്ലൽ ആമിലു മുജിദ്ദൻ, ജോലിക്കാരൻ പരിശ്രമിക്കുന്നവനായി. ബ്രാക്കറ്റിൽ ഉച്ചക്ക്. അസ്സബിയു ലാഇബുൻ, കുട്ടി കളിക്കുന്നവനാണ്. അംസസ്സബിയു ലാഇബൻ, കുട്ടി കളിക്കുന്നവനായി. അംസ എന്ന് പറയുമ്പോൾ വൈകുന്നേരം, അപ്പം ബ്രാക്കറ്റിൽ വൈകുന്നേരം. അത്തിഫിലു നായിമുൻ, കുഞ്ഞ് ഉറങ്ങുന്നവനാണ്. ബാത്ത തിഫിലു നായിമൻ, കുഞ്ഞ് ഉറങ്ങുന്നവനായി. ബ്രാക്കറ്റിൽ ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി. അൽ മത്തറു നാസിലുൻ, മഴ പെയ്യുന്നതാണ്. മാതാമൽ മത്തറു നാസിലൻ, മഴ പെയ്തുകൊണ്ടിരുന്ന സമയം. അൽ ഗനിയു ഫരിഹൻ, ധനികൻ സന്തോഷവാനാണ്. ലൈസൽ ഗനിയു ഫരിഹൻ, ധനികൻ സന്തോഷവാൻ അല്ല. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാന അല്ലാഹു റഹീമൻ, ഇസ്മിന് റഫ്, ഖബറിന് നസ്ബ്. അസ്ബഹ അൽ വലതു ഖാരിഅൻ, അവിടെയും ഇസ്മിന് റഫ്, ഖബറിന് നസ്ബ്. അപ്പോൾ ഇതിനൊക്കെയും ഇസ്മിന് റഫും ഖബറിന് നസ്ബും വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി താഴെയുള്ള നളുബിത്തു ബിൽ അശ്കാലി, അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ സാധാരണ നളുബിത്തു ബിൽ അശ്കാലി എന്ന് പറയുമ്പോൾ വെറുതെ ഫത്തുഹും കസറും തോന്നിയെടുത്തിട്ട് കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ഒഴിവാക്കണം. ആദ്യം ജുംല നോക്കുക. ഈ നളുബിത്തു ബിൽ അശ്കാലി തെറ്റാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ്. ആദ്യം ജുംല നോക്കുക. ജുംല വായിച്ച് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും അത് ഇസ്മിയാണോ ഫെയിലിയാണോ നോക്കുക. ഇസ്മിയായ ജുംലയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മുബത്തദയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. മുബത്തദക്ക് എന്തായാലും റഫ് വേണം, ഖബറിനും റഫ് വേണം. അപ്പം തുടക്കത്തിൽ തന്നെ ഒരു ഇസ്മിയായ ജുംലയാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് റഫ് വേണം. നേരെ മറിച്ച് കാന അല്ലെങ്കിൽ ഇന്ന തുടങ്ങിയതൊക്കെ അതിൻ്റെ മുന്നേ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ കാന പഠിച്ചല്ലോ, അപ്പോൾ ഇവിടെ നോക്കിക്കോ കാന, അപ്പം അങ്ങനെയാണല്ലോ പറയേണ്ടത്, കാന എന്ന് തന്നെ പറയേണ്ടത്. ഇവിടെ രണ്ടാമത്തത് അൽ വലതു എന്ന് നമ്മൾ പറയണം. എന്തുകൊണ്ട്? കാനയുടെ ഇസ്മാണ് വലത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? റഫ് ചെയ്യണം. അപ്പോൾ കാനൽ വലതു. അപ്പോൾ കാന അൽ വലതു ബാക്കിയൻ. അപ്പോൾ കാന എൻ്റെ ഇസ്മു, വലത് ബാക്കിയൻ ഖബർ. അൽ വലതു ബാക്കിയൻ മുബത്തദാണ്, മറ്റേ ഖബറാണ്. അസ്ബഹ അർറജുലു ഖാരിഅൻ, പുരുഷൻ രാവിലെ വായിക്കുന്നവൻ ആയി. അവിടെ ഈ അസ്ബഹ നമുക്കറിയാം, അതങ്ങനെ തന്നെ. അസ്ബഹ എന്നുള്ളത് അസ്ബിഹാന്നോ അസ്ബഹു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അസ്ബഹ പഠിച്ചതാണ്. നമുക്കറിയാം അസ്ബഹൻ്റെ ശേഷം ഒരു ഇസ്മാണ്. അപ്പോൾ അർറജുലു എന്ന് തന്നെ പറയണം, ഖാരിഅൻ എന്ന് തന്നെ പറയണം. നമ്മൾ പഠിച്ചതാണ്, ഖബറിന് നസ്ബാണെന്ന്. ലല്ലത്തിൽ ഉമ്മു മുജിദ്ദത്തൻ, അവിടെ നമ്മൾ ലല്ലത്തി എന്ന് പറയാൻ കാരണം നമ്മൾ ലല്ല പഠിച്ചിട്ടുണ്ട്. താ വരാൻ കാരണം ഉമ്മ പെണ്ണായത് കൊണ്ടാണ്. ഉമ്മു ഇസ്മിന് റഫ്, മുജിദ്ദത്തൻ ഖബറിന് നസ്ബ്. ലൈസൽ അംറു സഹ്ലൻ, കാര്യം എളുപ്പമല്ല. അവിടെ ഈ ലൈസ നമ്മൾ കാനൻ്റെ അഹ്വാത്താന്ന് പഠിച്ചിട്ടുണ്ട്. അമ്ര ഇസ്മാണ്, സഹലൻ ഖബറാണ്. ഇപ്പുറത്ത് അൽ ഉമ്മു മുജിദ്ദത്തൻ മുബത്തദ് ഖബർ. അൽ അംറു സഹലുൻ മുബത്തദ് ഖബർ. ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി മാറി. അവിടെ ബാത്തയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബാത്തൽ ഖമറു മുളീഅൻ, മദ്യപാനി രോഗിയായി തീരുന്നു. സാറ, തീരുന്നു എന്ന് പറഞ്ഞാൽ മുലാരിയാണ്. അപ്പോൾ സാറിൻ്റെ മുലാരി യസീറു. അപ്പോൾ യസീറു അശാരിബു മരീളൻ, പെൺകുട്ടി വൈകുന്നേരം എഴുതുന്നവളായി. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണാണ്. അപ്പോൾ അംസ എന്ന് പറഞ്ഞാൽ ആണിന് വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ അംസത്ത്, അംസത്തിൽ ബിന്തു, അംസത്തിൽ ബിന്തു കാതിബത്തൻ, അംസത്തിൽ ബിന്തു കാതിബത്തൻ. അപ്പോൾ ഇതാണ് നല്ല വൃത്തിയിൽ പഠിക്കുക. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ.